നിങ്ങൾ ജീവിച്ചത് 2G കാലഘട്ടത്തിലും നിങ്ങളുടെ കുട്ടികൾ 5G കാലഘട്ടത്തിലുമാണ്. ആ 5Gയിലെ കുട്ടികൾ 2Gയിലേക്ക് വലിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ 5G ആവുക എന്നല്ലാതെ, നിങ്ങൾ അപ് ടു ഡേറ്റ് ആവുക എന്നല്ലാതെ, നിങ്ങൾ മാറി ചിന്തിക്കുക എന്നല്ലാതെ അതിന് വേറെ പരിഹാരങ്ങളില്ല. ചിലപ്പോൾ കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത് തോന്നാം, പക്ഷേ അത്രയും ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന കാലഘട്ടം ലിബറലിസത്തിന്റെ കാലഘട്ടം. എന്താ ലിബറലിസം? അത് പുതിയ എന്തോ സംഭവം എന്നല്ല. അത് മക്കയിലെ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ ജാഹിലിയത്തിന്റെ ആളുകൾ പറഞ്ഞ അതേ വാദങ്ങളാണ്. തൊറഫയെ പോലുള്ള കവികൾ പാടി ഒരു യുവാവിന്റെ സുഖങ്ങളിൽ പറഞ്ഞതാണ് പണ്ടേ 3 കാര്യങ്ങൾ. അത് അയാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അയാൾ പോയി മരണമടയട്ടെ എന്നാണ് തൊറഫ് പാടിയത്. ജാഹിലിയത്തിനെ കുറിച്ച് നമ്മൾ പറയാറ് 3 W വൈൻ, വാർ, വുമൺ. മദ്യവും യുദ്ധവും പെണ്ണും. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, ഇതിനു വേണ്ടിയാണ് സമയം കളയേണ്ടത്, ഇതിനു വേണ്ടിയാണ് ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ. ഇത് മാത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട കാലഘട്ടം. അവരും പറഞ്ഞ വാദം വഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഈ ദുനിയാവിൽ ജീവിതമല്ല, ഞങ്ങൾക്കൊരു ജീവിതമില്ല. വമാ നഹ്നു ബിമബഊസിൻ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നില്ല എന്ന വാദമാണ് ജാഹിലിയത്തിലെ ആളുകളും പറഞ്ഞത്. ഇന്ന് ലിബറലിസം എന്ന് പറയുന്നവരും അല്ലെങ്കിൽ പുതിയ ഇസങ്ങളുടെ പേരിൽ വന്ന ആളുകൾ പറയുന്നവരും നവ ആശയങ്ങൾ എന്ന് പറയുന്നവരും യുക്തിവാദികളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന വിഷം എന്ന് പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം, അനുഭവിക്കണം, സുഖിക്കണം, രമിക്കണം എന്ന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് മുമ്പ് ജാഹിലിയത്തിലെ ആളുകൾ എന്തൊന്നാണോ പറഞ്ഞത് അതേ വാദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ ജാഹിലിയത്തിനെ ഞാൻ എൻ്റെ കാൽച്ചൂട്ടിൽ അരച്ചു കളഞ്ഞു. ആ റസൂൽ അരച്ചു കളഞ്ഞ ജാഹിലിയത്തിനെയാണ് ഇന്ന് കാലം പേറാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പിറകിലോട്ട് സഞ്ചരിക്കണോ, നമ്മുടെ മക്കളെ പിറകിലോട്ട് വലിച്ചിടണോ എന്ന് നമ്മളാണ് ആലോചിക്കണം. അവർ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് ഗൗരവമാണ്. മക്കളുടെ പരാതി എന്താ അറിയോ? എന്നെ എൻ്റെ മാതാപിതാക്കൾ കേൾക്കുന്നില്ല, എന്നെ തീരെ മനസ്സിലാക്കുന്നില്ല. പ്രശ്നം എന്താ വെച്ചാൽ വാപ്പാക്ക് കുട്ടീനെ അറിയില്ല, അമ്മ കുട്ടീനെ അറിയില്ല, 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പരിചയമില്ല. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ ഉമ്മ എന്ന് പറയുമ്പോൾ രാവിലെ 4 മണിക്ക് ഓണായി വൈകുന്നേരം 11 മണിക്ക് ഓഫ് ആകുന്ന ഒരു എഞ്ചിന്റെ ചിത്രമല്ല കടന്നു വരേണ്ടത്. രാവിലെ പണിക്ക് പോയി വൈകുന്നേരം പണി കഴിഞ്ഞു വരുന്ന ഒരു ആപ്പയുടെ ചിത്രമല്ല ഉപ്പ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ചെലവഴിച്ച സമയങ്ങൾ കടന്നു വരണം. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സാരോപദേശങ്ങൾ കടന്നു വരണം. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ചേർത്തുപിടിക്കലുകൾ കടന്നു വരണം. എന്നാണ് നിങ്ങളുടെ 12 വയസ്സിന് മുകളിലുള്ള നിങ്ങളുടെ മക്കളെ അവസാനമായി നിങ്ങളൊന്ന് ചേർത്തു പിടിച്ചത്? എന്നാണ് നിങ്ങൾ അവസാനമായിട്ട് അവർക്കൊരു ചുംബനം കൊടുത്തത്? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചേർത്തു പിടിച്ച് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞത്? പലപ്പോഴും നമ്മുടെ പ്രശ്നം ഓവർ കൺട്രോളിംഗ് ഒക്കെ ചെയ്ത എൻ്റെ കുട്ടികളെ എൻ്റെ കൺട്രോളിൽ കിട്ടുന്ന തെറ്റായ മിഥ്യാധാരണയാണത്. നിങ്ങളുടെ കുട്ടിയുടെ നേച്ചുറലായ ഒരു ബിഹേവിയർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവൻ അഭിനയിക്കും, അവൻ കള്ളം പറയും, പക്ഷേ നിങ്ങളുടെ കൺട്രോളിന്റെ പുറത്തേക്ക് എപ്പോഴാ കുട്ടി ചാടുന്നോ അവിടെ അവൻ യഥാർത്ഥ സ്വഭാവം കാണിക്കും. ഓവർ കൺട്രോളിംഗ് അല്ല വേണ്ടത്, മറിച്ച് അവനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുത്താൽ എൻ്റെ വാപ്പാക്ക് എന്നെ മനസ്സിലാകും, എൻ്റെ ഉമ്മാക്ക് എന്നെ മനസ്സിലാകും, എന്തും എനിക്ക് അവിടെ തുറന്ന് പറയാം എന്ന അവസ്ഥാവിശേഷമാണുള്ളതെങ്കിൽ നിങ്ങളില്ലാത്ത ഘട്ടത്തിലും നിങ്ങൾ കൊടുത്ത ഉപദേശങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ ജീവിക്കും. വലാ തകുൻ അലൈഹി ഖുഫ്ലൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ലോക്കിട്ട് വെക്കരുത്, ഒന്നിനും അനുവദിക്കാതെ. മതം അനുവദിച്ച വിഷയങ്ങളിൽ പോലും കണിശത പാലിക്കുന്ന രക്ഷിതാക്കളുണ്ട്, മക്കളുടെ ജീവിതം കുടുസാക്കുന്ന രക്ഷിതാക്കളുണ്ട്. അങ്ങനെ നിങ്ങളാക്കിയാൽ യമുല്ലു ഹയാത്തക്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എന്തൊന്നില്ലാത്തവർക്ക് മടുപ്പ് സൃഷ്ടിക്കും. അപ്പൊ ഗൾഫിൽ പോയാൽ മതിയേനി, ഉമ്മ പണിക്ക് പോയാൽ മതിയേനി, ഞായറാഴ്ചമാരുടെ സ്കൂൾ ഉണ്ടായാൽ മതിയേനി, നമ്മുടെ മക്കൾ ആഗ്രഹിക്കും. അതിന്റെ 2 ആഫ്റ്റർ എഫക്റ്റീവ് യതമന്നൗ മൗതക്, അവർ നിങ്ങളുടെ മരണം ആഗ്രഹിക്കാൻ തുടങ്ങും, മരിച്ചു കിട്ടിയാൽ മതിയേനി. ഇതാണോ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കേണ്ടത്? ചെയ്യേണ്ട കാര്യം നന്നായി സംസാരിക്കുക, അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ളൊരു സ്പേസ് ആയിട്ട് നിങ്ങളുമായുള്ള ബന്ധത്തെ നിങ്ങളാകണം. നിങ്ങളുടെ വീട് അതിനുള്ളൊരു സ്പേസ് ആയിട്ട് മാറണം. അധിക പേരും പരാജയപ്പെട്ടു പോകുന്ന മേഖലകളാണിത്. അരുതായ്മകളെ കണ്ടാൽ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുട്ടിക്ക് ഒരു പനി വന്ന എന്താ ചെയ്യാം? ഡോക്ടറെ പോയി കാണിക്കും. നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ നിന്നൊരു പ്രണയം പിടിച്ചു, നിങ്ങളുടെ കുട്ടി തോന്നിവാസം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് കണ്ടു, പിടിക്കപ്പെട്ടു. നിങ്ങളുടെ കുട്ടിന്റെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥം പിടിച്ചു, എന്താ ചെയ്യണ്ടേ? അവനെ ഒരു മഹാപാതിയായിട്ട് വലിയ അപരാധം ചെയ്ത പോലെ കാണല്ലേ?
വലിയൊരു മാനസിക രോഗിയാക്കി, വലിയ കുറ്റവാളിയാക്കി നിങ്ങളുടെ മക്കളെ ചിത്രീകരിക്കല്ലേ? ആ കുട്ടി റിബലാകും, ഉപകാരം കിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൽ സംഭവിച്ചേക്കാവുന്ന വീഴ്ചകളാണ്. അവിടെ ആദ്യമേ നമ്മുടെ കുട്ടീനെ കൊണ്ടുപോയി കടയക്കനെ കൊണ്ടുപോയി കാണുതാ, ഇതൊക്കെ ലഹരിയാട്ടോ മോനെ, അനുവദിക്കരുത്, ഉപയോഗിക്കരുത്, കഴിച്ചാൽ ഉപയോഗിച്ചാൽ നീ നിന്നെ തന്നെ കൊല്ലുന്ന തുല്യമാണ്, ഇതിന്റെ അപകടം എന്താന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ചികിത്സിക്കണം. അത് രോഗമാണ്, പ്രശ്നമാണ്, അപകടമാണ്, ഇതിന് ശരിയും തെറ്റും എന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആത്മാർത്ഥമായി പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് അധ്യാപകരുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ഒരൊറ്റ ഉമ്മയുള്ളൂ, നിങ്ങളുടെ കുട്ടിക്ക് ഒരൊറ്റ വാപ്പയുള്ളൂ. നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൃത്യമായി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കൺകുളിർമയുള്ള കാഴ്ച എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി സംസാരിക്കുക എന്നുള്ള. 15 കൊല്ലമായി 20 കൊല്ലമായി നിങ്ങളുടെ കൂടെയുള്ള അയാളോട് പലചരക്ക് സാധനത്തിന്റെ ലിസ്റ്റുകളും മക്കളുടെ വിഷയങ്ങളും മാത്രമല്ലാതെ അവനവന്റെ കാര്യം സംസാരിക്കണം. നമ്മൾക്കൊരു അല്പനേരം ഒരുമിച്ച് നടക്കാം, മൊബൈല് വേണ്ട, മക്കള് വേണ്ട, നമ്മൾക്ക് തമ്മിൽ മനസ്സ് തുറക്കാം. അത് എത്ര നേരം എന്നുള്ള വിഷയമൊന്നുമില്ല. 1440 മിനിറ്റ് ദിവസം, 24 മണിക്കൂർ. അതിലെ അള്ളാഹുമായിട്ട് നമ്മളോട് സംസാരിക്കാൻ അള്ള വെച്ച കുറച്ച് സമയങ്ങളാണ്. എത്ര വെക്കുന്നു എന്നുള്ളതല്ല, സംസാരിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം. എത്ര നേരം നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സന്തോഷത്തിൽ കഴിയുന്നത്, നിങ്ങളുടെ കുടുംബം മനോഹരമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് കാണാൻ പറ്റിയാൽ, അള്ളാഹുവാണ് സത്യം, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. പിന്നെ ചെറിയ ഭാഗം മനസ്സിലാക്കണ്ടേ, നമ്മുടെ തർബിയത്തിന് എത്ര നന്നായാലും, ശിക്ഷണം എത്ര മനോഹരായാലും മക്കളെല്ലാം നേരെയാകണമെന്നില്ല. ഒരുപാട് പ്രവാചകന്മാരെ ചരിത്രങ്ങളും നമ്മൾക്കതിന് സാക്ഷിയാണ്. ആദം നബിയുടെ മക്കളിൽ പോലും, നൂഹ് നബിന്റെ മകനിൽ പോലും, യാക്കൂബ് നബിയുടെ മക്കളിൽ പോലും നമ്മുടെ ശിക്ഷണങ്ങൾക്കുള്ള പ്രതിഫലം അതാണ് ആമുഖം ഓതി വെച്ച് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അള്ളാഹുവിൻ്റെ അരികിലാണ് പ്രതിഫലം. നമ്മൾക്ക് ചെയ്യാനുള്ളത്, അള്ളാഹ് എന്നെ ഏൽപ്പിച്ച മനോഹരമായ സമ്മാനം എൻ്റെ അടുത്തുണ്ട്, ഉത്തരവാദിത്തം എൻ്റെ അടുത്തുണ്ട്. അതിന് ഏറ്റവും നന്നായി കാലോചിതമായി കാലത്തിനനുസരിച്ച് എൻ്റെ കുട്ടിക്ക് എന്താണോ വേണ്ടത്, അവൻ്റെ ജീവിതത്തിൽ പൊള്ളലേൽക്കാതെ, മങ്ങലേൽക്കാതെ, ചളിയേൽക്കാതെ സുന്ദരമായി എൻ്റെ കുട്ടിയെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്തം അള്ളാഹ് എന്നിൽ സന്നിവേശിപ്പിച്ചതാണെങ്കിൽ അത് നിർവഹിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.